ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് എന്നെ ശ്രമിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്തുകൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നാം ഈ ദിവസങ്ങളിൽ ബൈബിളിലെ പ്രധാനപ്പെട്ട ഒരു സത്യം, പ്രധാനപ്പെട്ട ഒരു ലോയെക്കുറിച്ച് പഠിക്കായിരുന്നല്ലോ. ഗലാത്യ ലേഖനത്തിൽ പറയുന്ന പോലെ വഞ്ചനപ്പെടാതിരിപ്പിൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. അതിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച രണ്ടാമത്തെ പോയിൻറ്റിനെ കുറിച്ച് കണ്ടു. രണ്ടാമത്തെ പോയിൻ്റ് പറയുന്നത് വിതയ്ക്കുന്നവൻ ഏത് വിത്ത് വിതച്ചുവോ അതിൻ്റെ ഫലം തന്നെ കൊയ്യും. രണ്ട് തരത്തിലുള്ള വിത്തുകളുണ്ടെന്ന് നമ്മൾ കണ്ടു. ജഡത്തിൻ്റെ വിത്തും ആത്മാവിൻ്റെ വിത്തും. ജഡത്തിൻ്റെ വിത്ത് വിതച്ചാൽ അതിൽ നിന്ന് നാശം കൊയ്യും. ആത്മാവിൻ്റെ വിത്ത് വിതയ്ക്കുന്നവൻ നിത്യജീവനെ കൊയ്യുമെന്ന് നാം കണ്ടു. ബൈബിളിൽ അനേകരെക്കുറിച്ച് പറയുന്നുണ്ട്. അവർ ജഡത്തിൻ്റെ വിത്ത് വിതച്ചവരും ആത്മാവിൻ്റെ വിത്ത് വിതച്ചവരെക്കുറിച്ചും. നാം കഴിഞ്ഞ ദിവസത്തിൽ യാക്കോബിനെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. യാക്കോബ് ജഡത്തിൻ്റെ വിത്ത് വിതച്ചിട്ട് യാക്കോബ് ആ ജഡത്തിൻ്റെ വിത്ത് ഏത് രീതിയിൽ വിതച്ചോ അതുപോലെ തന്നെ കൊയ്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇന്ന് യാക്കോബ് വിതച്ച വേറെ ഒരു വിത്തിനെക്കുറിച്ച് നമുക്ക് ഒന്ന് ചിന്തിക്കാം. നമുക്ക് ആദ്യം മർക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 22-23 വാക്യങ്ങൾ വായിക്കാം. ദുർചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കാമം, മിടക്ക് കണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നു. ഇതെല്ലാം വിത്തുകളാണ്, ജഡത്തിൻ്റെ വിത്തുകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട് ചതി, ദുഷ്ടത, മോഷണം, അത്യാഗ്രഹം, അത് അഹങ്കാരം, മൂഢത എന്നുള്ള പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. ഇവ വിതയ്ക്കുവാണെങ്കിൽ കൊയ്യുന്നതും ഇത് തന്നെയായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് ലൂക്കോസ് എഴുതിയ സുവിശേഷം ഒരു വാക്യം കൂടെ വായിക്കാം. ലൂക്കോസ് 6:43-44 വാക്യം. ആകാത്ത ഫലം കായ്ക്കുന്ന നല്ല വൃക്ഷമില്ല, നല്ല ഫലം കായ്ക്കുന്ന ആകാത്ത വൃക്ഷവുമില്ല. ഏത് വൃക്ഷത്തെയും ഫലം കൊണ്ടറിയാം. മുള്ളിൽ നിന്ന് അത്തിപ്പഴം ശേഖരിക്കുകയും ഞെരിഞ്ഞിലിൽ നിന്ന് മുന്തിരിങ്ങ പറിക്കുകയും ചെയ്യുമാറില്ലല്ലോ. നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപങ്ങളിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു. ദുഷ്ടൻ ദോഷമായതിൽ നിന്ന് ദോഷം പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്നല്ലോ വായി സംസാരിക്കുന്നു. ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ആകാത്ത ഫലം കായ്ക്കുന്ന നല്ല വൃക്ഷവുമില്ല, നല്ല ഫലം കായ്ക്കാത്ത ആകാത്ത വൃക്ഷവുമില്ല. അതുപോലെ പറയുന്നുണ്ട്, മുള്ളിൽ നിന്ന് അത്തിപ്പഴം ഒരിക്കലും ഇത് ചെയ്യാനൊക്കത്തില്ല. മുള്ള് വിതച്ചാൽ മുള്ള് തന്നെ കിട്ടത്തുള്ളൂ. അത്തിപ്പഴം നട്ടാൽ അത്തിപ്പഴത്തിൻ്റെ ഇത് മാത്രമേ നമുക്ക് അത് അനുഭവിക്കാനായിട്ട് സാധിക്കും. മുന്തിരിങ്ങ നട്ടാൽ ഒരിക്കലും മുള്ള് അതിൽ നിന്ന് കിട്ടത്തില്ല, മുന്തിരിങ്ങയാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മളുടെ പോയിൻ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വിതയ്ക്കുന്നവൻ ഏത് വിത്ത് വിതച്ചോ അതിൻ്റെ ഫലം തന്നെ കൊയ്യും എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ ഒരു വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 25 അവിടെ നമുക്ക് കാണുന്നത്, ഏശാവ് വയലിലാണ് എപ്പോഴും. അവൻ വയലിൽ നിന്ന് വേട്ടയാടി വരുമ്പോൾ അവൻ്റെ അനുജൻ്റെ കിച്ചണിൽ അമ്മയുണ്ട്. ആ കിച്ചണിലേക്ക് വന്നപ്പോൾ അവിടെ നിന്ന് വെളിപ്രദേശത്ത് വന്ന് അവൻ വളരെ ക്ഷീണിച്ചിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും, ഏശാവിൻ്റെ വേട്ടയിറച്ചിൽ രുചി പിടിച്ചിരുന്നുകൊണ്ട് ഇസാക്ക് അവനെ സ്നേഹിച്ചു, റിബേക്കയോ യാക്കോബിനെ സ്നേഹിച്ചു. അത് കഴിഞ്ഞിട്ട് കാണുകയാണ്, ഒരിക്കൽ യാക്കോബ് ഒരു പായസം വെച്ചു. ഏശാവ് വെളിമ്പ്രദേശത്ത് നിന്ന് വന്നു. അവൻ നന്നായി ക്ഷീണിച്ചിരുന്നു. ഏശാവ് യാക്കോബിനോട്, ആ ചുവന്ന പായസം കുറെ എനിക്ക് തരയണം, ഞാൻ നന്നായി ക്ഷീണിച്ചിരിക്കുന്നെന്ന് പറഞ്ഞു. ഇവൻ പായസം വെച്ചു. ആ പായസം വെച്ചപ്പോൾ നാച്ചുറലി നമ്മളൊരു ഭവനത്തിൽ ഇതുണ്ടാക്കുമ്പോൾ ആ വീട്ടിലുള്ള എല്ലാവർക്കും കൂടെ വേണ്ടിയാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്, പായസം ഉണ്ടാക്കുന്നത്. എന്നാൽ ഇവിടെ യാക്കോബാണ് പായസം വയ്ക്കുന്നത്. ആ പായസം വെച്ചതിന് ശേഷം അവൻ ഏശാവ് വന്നപ്പോൾ ജ്യേഷ്ഠനാണ്, നാച്ചുറലി ജ്യേഷ്ഠന് ഒരു നന്മ ചെയ്യണമെന്നുള്ള ദൈവത്തിൻ്റെ അരുളപ്പാടാണ് എന്നുള്ളത് യാക്കോബിനറിയാം. ആ ഒരു പായസം കുറച്ച് കൊടുക്കേണ്ടതായിരുന്നു. എന്നാൽ അതിന് പകരമായിട്ട് ഏശാവ് അനുജനോട് ചോദിക്കുകയും ചെയ്തു, എനിക്ക് ആ ചുവന്ന പായസം കുറേ തരണമെന്ന് പറഞ്ഞു. അവൻ നന്നായി ക്ഷീണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ അവൻ പറയുകയാണ്, യാക്കോബ് പറയാണ്, അവൻ്റെ ചതിയും
അവൻ്റെ ദുഷ്ടതയും കൊള്ളരുതായ്മയും എല്ലാം അവിടെ ആ ഒറ്റ ഇതിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവൻ ദുഷ്ടനായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അവൻ ചതിയനായതുകൊണ്ടാണ്, അവൻ്റെ ഹൃദയം യഥാർത്ഥമായിട്ട് ശരിയല്ലാത്തതുകൊണ്ടാണ് യാക്കോബ് ഉടനെ തന്നെ പറയുന്നത്, നിൻ്റെ ജ്യേഷ്ഠാവകാശം എനിക്ക് തരിക എന്നുള്ളത്. ഉടനെ തന്നെ ഏശാവ് തൻ്റെ ജ്യേഷ്ഠാവകാശം അവന് കൊടുക്കുന്നതായിട്ടും അവന് ആ പായസം വാങ്ങി കുടിച്ചതായിട്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ യാക്കോബ് ഇവിടെ ഒരു ചതി ചെയ്തു ഏശാവിനോട്. അവൻ ജ്യേഷ്ഠനാണ്, അവന് ഒരു സ്വല്പം പായസം ചോദിച്ച് കൊടുക്കുന്നത്, എന്നാൽ അവനിവിടെ ചതിച്ചാണ് അവൻ്റെ പായസത്തിന് വേണ്ടി ജ്യേഷ്ഠാവകാശത്തെ വിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യാക്കോബ് ചതിച്ചതിൻ്റെ ഫലം അവന് കുറച്ച് കഴിഞ്ഞപ്പോൾ കുറേ കഴിഞ്ഞപ്പോഴാണ് യാക്കോബ് ചതിച്ചതിൻ്റെ ഫലം അവന് കിട്ടിയത്. എന്നാൽ ഈ ഏശാവ് ചെയ്ത് വളരെ തെറ്റാണ്. അവൻ്റെ അത്യാഗ്രഹവും അവന് കുറച്ചും കൂടെ മനസ്സിനെ അവൻ നിയന്ത്രിച്ചിരുന്നെങ്കിൽ, ആ നിയന്ത്രണമില്ലാതെ വന്നതിൻ്റെ അത്യാഗ്രഹവും അവൻ്റെ ഈ ലോകത്തിൻ്റെ ആ പായസത്തിനോടുള്ള മോഹവും ഭക്ഷണത്തിനോടുള്ള മോഹവും ഇതെല്ലാം കാരണമാണ് ഏശാവ് അവൻ്റെ ജ്യേഷ്ഠാവകാശം വിറ്റത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ അനേക സ്ഥലങ്ങളിൽ ഏശാവിനെക്കുറിച്ച് പറയുമ്പോൾ അവൻ തൻ്റെ ജ്യേഷ്ഠാവകാശത്തെ അലക്ഷ്യമാക്കി കളഞ്ഞു എന്ന് കാണുവാനായിട്ട് സാധിക്കും. എന്താണ് ഈ ജ്യേഷ്ഠാവകാശം എന്ന് പറയുമ്പോൾ ഏശാവ് ജസ്റ്റ് പായസം കുടിച്ചിട്ട് അവകാശം കൊടുക്കുകയാണ്? അല്ല, ജ്യേഷ്ഠാവകാശം എന്ന് പറഞ്ഞാൽ വളരെ പ്രാധാന്യപ്പെട്ട ഒന്നാണ്. അവിടെ ജ്യേഷ്ഠനാണ് ഒരു കുടുംബത്തിൻ്റെ ഒരു പുരോഹിതനാകുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ കുടുംബത്തിൻ്റെ പുരോഹിതൻ ആ ജ്യേഷ്ഠനാണെന്ന് കാണാനായിട്ട് അതാണ് ഒന്നാമതായിട്ട് ഏശാവ് വേണ്ട എന്ന് പറഞ്ഞ്. രണ്ടാമതായിട്ട് കുടുംബത്തിൻ്റെ മഹിമ, കുടുംബം നിലനിർത്തി കൊണ്ടുപോകേണ്ടത്, അനിയന്മാരെ നോക്കേണ്ടത്, ഇതെല്ലാം ഒരു ജ്യേഷ്ഠൻ്റെ ചുമതലയാണ്. അതാണ് രണ്ടാമതായിട്ട് ആ കുടുംബത്തിൻ്റെ ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് കുടുംബത്തെ നയിക്കേണ്ടത് ഒരു ജ്യേഷ്ഠനാണ്. അതാണ് രണ്ടാമതായിട്ട് ആ ജ്യേഷ്ഠാവകാശത്തെ അവൻ വേണ്ട എന്ന് പറഞ്ഞത്. മൂന്നാമതായിട്ട് ഒരു കുടുംബത്തിൻ്റെ ഡബിൾ പോർഷൻ, സ്വത്തിൻ്റെ 2 പോർഷൻ, എല്ലാ മക്കൾക്കും 1 പോർഷൻ കൊടുക്കുമ്പോൾ ഒരു ജ്യേഷ്ഠന് 2 പോർഷനാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇരട്ട സ്വത്തിൻ്റെ ഉടമയാണ് മൂത്ത മകൻ എന്നുള്ളത്. അതും കൂടെ വേണ്ട എന്ന് ജസ്റ്റ് ഒരു പായസത്തിനു വേണ്ടി തൻ്റെ പിതാവിൻ്റെ ഏശാവിൻ്റെ മുഴുവൻ സ്വത്തിൻ്റെ മുഴുവൻ സ്വത്തിന് 2 പോർഷൻ കിട്ടേണ്ട ഏശാവ് അതിന് പകരമായിട്ട് വെറും അല്പനേരത്തേക്ക് വേണ്ടി പായസം കൊടുത്ത് അവനെടുക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഏശാവ് ജ്യേഷ്ഠാവകാശത്തെ അലക്ഷ്യമാക്കി കളഞ്ഞു. അവൻ്റെ ഹൃദയത്തിലുള്ള അത്യാഗ്രഹവും അല്ലെങ്കിൽ ഈ ലോകത്തോടുള്ള ആ ഭക്ഷണത്തിനോടുള്ള അവൻ്റെ ആ അത്യാഗ്രഹം മുഖാന്തരമായിട്ട് അവൻ ജ്യേഷ്ഠാവകാശത്തെ തള്ളിക്കളഞ്ഞു. അതിനുശേഷം അവന് ജ്യേഷ്ഠാവകാശത്തെ തള്ളിക്കളഞ്ഞതുകൊണ്ട് തന്നെ അവന് അനുഗ്രഹം പിന്നെ നഷ്ടപ്പെട്ടതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിനുശേഷം അവൻ കരയുന്നുണ്ട്. അപ്പൻ്റെ അടുത്ത് പോയി കരയുന്ന അനുജനെ നമുക്ക് ചേട്ടനെ കാണാനായിട്ട് സാധിക്കും. യാക്കോബ് ചതിയനായതുകൊണ്ട് അവൻ ജ്യേഷ്ഠാവകാശവും അനുഗ്രഹവും മേടിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവൻ പറയുകയാണ്, അപ്പ എന്നെയും കൂടെ അനുഗ്രഹിക്കണമേ എന്ന് അപ്പനോട് ചോദിക്കുന്ന അവൻ പറയുകയാണ്. അപ്പോൾ അതിൻ്റെ ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായത്തിൽ അവൻ പറയുകയാണ്. അതിൻ്റെ 36-ാം വാക്യത്തിൽ അവൻ പറയുകയാണ്, 2 പ്രാവശ്യം അവൻ എന്നെ ചതിച്ചു, അവൻ എൻ്റെ ജ്യേഷ്ഠാവകാശം ഉപകരിച്ചു, ഇപ്പോൾ ഇതാ എൻ്റെ അനുഗ്രഹം അപകരിച്ചു കളഞ്ഞു എന്ന് അവൻ പറഞ്ഞു. നീ എനിക്ക് ഒരു അനുഗ്രഹവും വെച്ചിട്ടില്ലയോ എന്ന് അവൻ ചോദിച്ചതിന് ഇസ്ഹാക്ക് ഏശാവിനോട്, ഞാൻ അവനെ നിനക്ക് പ്രഭുവാക്കി അവൻ്റെ സഹോദരന്മാരെയൊക്കെ അവന് ദാസന്മാരാക്കി അവന് ധാന്യവും വീഞ്ഞും കൊടുത്തു. ഇനി നിനക്ക് ഞാൻ എന്തു തരേണ്ടു മകനെ എന്ന് ഉത്തരം പറഞ്ഞു. ഏശാവ് പിതാവിനോട്, നിനക്ക് ഒരു അനുഗ്രഹം മാത്രമേ ഉള്ളൂ അപ്പ, എന്നെയും കൂടെ അനുഗ്രഹിക്കണമേ അപ്പ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു.
അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അവൻ്റെ ജ്യേഷ്ഠാവകാശം അവൻ വിറ്റതുകൊണ്ട് അവൻ അപ്പന് പ്രിയ മകനായിരുന്നു. എന്നാൽ അവൻ ജ്യേഷ്ഠാവകാശത്തെ അലക്ഷ്യമാക്കി കളഞ്ഞതുകൊണ്ട് അവൻ്റെ അനുഗ്രഹവും നഷ്ടപ്പെട്ടു പോയെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. ഏശാവ് കൊയ്തത് ഏശാവ് വിതച്ചത് ഏശാവ് കൊയ്തു. അവൻ ജഡം വിതച്ചു, അവന് ജഡത്തിൻ്റെ ഫലവും കിട്ടി. അതുപോലെ തന്നെ യാക്കോബിൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ അനേക വർഷങ്ങൾ കഴിഞ്ഞു. യാക്കോബ് അപ്പനെയും ചേട്ടനെയും ഒക്കെ ചതിച്ചു. അവൻ ജ്യേഷ്ഠാവകാശമൊക്കെ വാങ്ങിച്ചു. അതിനുശേഷം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഉൽപ്പത്തി 29 അധ്യായത്തിൻ്റെ 23 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, അവൾ തൻ്റെ മകളെ ലേയെ കൂട്ടി അവൻ്റെ അടുക്കൽ കൊണ്ടുപോയി ആക്കി. അവൻ അവളുടെ അടുക്കൽ ചെന്നു. ലാബാൻ തൻ്റെ മകൾ ലേയ്ക്ക് തൻ്റെ ദാസി സിൽപ്പിയെ ദാസിയായി കൊടുത്തു. നേരം വെളുത്തപ്പോൾ അത് ലേ എന്ന് കണ്ടു. അവൻ ലാബാനോട്, നീ എന്നോട് ചെയ്തെന്ത്? റാഹേലിന് വേണ്ടി അല്ലയോ നീ എന്നെ സേവിച്ചത്? നീ എന്തിനെന്നെ ചതിച്ചു എന്ന് പറഞ്ഞു. അതിന് ലാബാൻ, മൂത്തവൾക്ക് മുമ്പ് ഇളയവളെ കൊടുക്കാൻ ഞങ്ങളുടെ ദിക്കിൽ എടുപ്പില്ല. ഇവളുടെ ആഴ്ചവട്ടം ഒന്ന് ഓർത്തിക്കുക. ഇവിടെ അമ്മായിപ്പനായ ലാബാൻ റാഹേലിന് പകരം ലേയെ കൊടുക്കുന്ന ചതി കാണുന്നത്. അവിടെ ഏശാവ് പറയുന്നുണ്ട്, അവൻ എന്നെ ചതിച്ചു. ഇവിടെ ഏശാവ് പറയുന്നുണ്ട്, യാക്കോബ് എന്നെ ചതിച്ചു. ഇവിടെ യാക്കോബ് തന്നെ പറയുകയാണ്, ലാബാൻ എന്നെ ചതിച്ചു. അതെ, ചതി വിധിച്ചാൽ ചതി തന്നെ കൊയ്യുമെന്നുള്ളത് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. പ്രിയ സഹോദരിമാരെ, നാം ചതി വിതയ്ക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ജഡത്തിൻ്റെ വിത്താണ് വിതയ്ക്കുന്നതെങ്കിൽ നമ്മൾക്ക് ജഡത്തിൻ്റെ വിത്ത് തന്നെ നാം കൊയ്യും. ചതി വിതച്ചാൽ നമ്മൾക്ക് എന്തെങ്കിലും ചതി നമ്മൾ കൊയ്യുവാനായിട്ട് ഇവിടെ റാഹേലിന് പകരമായിട്ട് ലേയെ കൊടുക്കുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കും. അതിനുശേഷം പിന്നെ അനേക വർഷങ്ങൾ യാക്കോബ് 7 വർഷം വീണ്ടും അവൾക്ക് വേണ്ടി അവൻ വീണ്ടും അവിടെ ദാസവേല ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ ലാബാൻ യാക്കോബിനെ ചതിക്കുന്നു. വർഷങ്ങൾ കഴിഞ്ഞതാണ് മുമ്പ് ഏശാവിനെ യാക്കോബ് ചതിച്ചത്. അവൻ എന്നെ ചതിച്ചു എന്ന് ഏശാവ് പറയുകയും ചെയ്താണ്. അത് കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞു. ഇവിടെ ഇതാ ലാബാൻ യാക്കോബിനെ ചതിക്കുന്നു. അതുകൊണ്ട് നാം ഒരു കാര്യം മനസ്സിലാക്കണം, നാം വിതയ്ക്കുന്നത് കൊയ്യുവാൻ വേണ്ടിയാണ്. നമ്മൾ 2ാമത്തെ പോയിൻ്റ് കണ്ടതാണ്. അത് തന്നെയാണ്, വിതയ്ക്കുന്നവൻ ഏത് വിത്ത് വിതച്ചുവോ അതിൻ്റെ ഫലം തന്നെ കൊയ്യും. പ്രിയ സഹോദരന്മാരെ, വരുന്ന ദിവസങ്ങളിൽ നാം ജഡത്തിൻ്റെ വിത്ത് വിതയ്ക്കാതെ ആത്മാവിൻ്റെ വിത്ത് മാത്രം വിതച്ചുകൊണ്ട് ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.